വെളിച്ചം വളരെയധികം കുറഞ്ഞു പോയാൽ ഒരു വസ്തുവിനെ കാണാൻ നമുക്ക് പറ്റില്ല. വെളിച്ചം അവിടെ വളരെയധികം കൂടിപ്പോയാലും ഒരു വസ്തുവിനെ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളുടെ ഇമ്പൾസസിനും ആക്ഷൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ദേഷ്യപ്പെടാം. ഓക്കെ, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കും ദേഷ്യപ്പെടാം. ബട്ട് നിങ്ങൾക്ക് ദേഷ്യപ്പെടേണ്ട ഒരു സിറ്റുവേഷനിൽ ഞാൻ ദേഷ്യപ്പെടണം, അത് ദേഷ്യപ്പെടാതിരിക്കണം എന്ന് പറഞ്ഞ ചോയ്സ് ഉണ്ടാവും. നമ്മളുടെ ഈ ഒരു എക്സ്പീരിയൻസ്, റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിനെ കൊണ്ടൊരു അടിമപ്പണി ചെയ്യിപ്പിക്കലല്ല മെഡിറ്റേഷൻ. നമ്മുടെ മനസ്സിന് ഇത്തിരി നേരം വിശ്രമം കൊടുക്കലാണ് മെഡിറ്റേഷൻ. ഈ ജീവിതത്തിൽ ചെയ്യുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഹൈലി ഫോക്കസ് ആവശ്യമുള്ള സാധനങ്ങളാണ്. അതൊക്കെ ചെയ്ത് ക്ഷീണിച്ചിട്ടുള്ള മനസ്സിനെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ ഇരുത്തുകയാണ് നമ്മൾ മെഡിറ്റേഷനിൽ. അവിടെയും ഫോക്കസാണ് ഇതിൻ്റെ മെയിൻ എയിമെങ്കിൽ അമ്മാതിരി ഫോക്കസിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് ഒരു ടോർച്ചറിങ് ആണെന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് മനുഷ്യൻ്റെ മെയിൻ പ്രശ്നം, നിങ്ങളെ ഒന്ന് എനിക്ക് സന്തോഷിപ്പിക്കണമെങ്കിൽ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മുടെ മൈൻഡിനെ ഫസ്റ്റ് ഗിയറിലേക്ക് കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ച് യാതൊരു കാര്യങ്ങൾക്കും ഒരു നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാതെ ഫുൾ ടൈം റിലാക്സ്ഡ് മെഡിറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ കൊണ്ട് ഒരു ഗുണമില്ലാതെയാവും. ഇന്നലെ 3 തവണ ദേഷ്യപ്പെട്ടു എന്ന് ഇന്ന് നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. 6 മാസം മുമ്പ് ഇന്നലെ എത്ര തവണ ദേഷ്യപ്പെട്ടു എന്നുള്ളത് ചിന്തിക്കാൻ പോലും അറിയില്ലായിരുന്നു. പൂമ്പാറ്റയെ നോക്കിയിരിക്കുക, കിളികളുടെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക, വെള്ളം ആസ്വദിച്ച് കുടിക്കുക, ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക, പച്ചക്കറി ആസ്വദിച്ച് കട്ട് ചെയ്യുക, അടിച്ചു വാരുന്നത് ആസ്വദിച്ച്, പൊടി തുടയ്ക്കുന്നത് ആസ്വദിച്ച് ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്യുന്ന മനുഷ്യനാണ്. ഹലോ എവരിവൺ, വെൽക്കം ടു മോഡേൺ വിസ്ഡം മലയാളം പോഡ്കാസ്റ്റ്. ഞാൻ മൊയ്തീൻ, എൻ്റെ കൂടെയുള്ളത് യൂഷ്വൽ ഗസ്റ്റ് നമ്മുടെ അനിൽകുമാർ പി സി സാറാണ്. സോ ഇന്ന് ഒരു റെലവൻ്റ് ആയിട്ടുള്ള, ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. മൈൻഡ്ഫുൾനെസ്. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മളിന്ന് കൂടുതൽ പേരും സഫർ ചെയ്യുന്നത്, ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് നമ്മുടെ സ്വന്തം തോട്ട്സിൻ്റെയും ഇമോഷൻസിൻ്റെയും ബേസിൽ നിന്നാണ്. അതായത് നമ്മളിവിടെ ജീവിക്കുന്ന സമയത്ത് നമ്മളുടെ സ്വന്തം ചിന്തകളും നമ്മളുടെ സ്വന്തം ഇമോഷൻസ് തന്നെ നമ്മൾക്കൊരു ഒരു എനിമിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ അത് തന്നെ നമ്മളെ അലട്ടുന്നു. പല ചിന്തകൾ അലട്ടുന്നു. ഓവർ തിങ്കിങ് ആയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിലും, അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് ആണെങ്കിലും, ഒരുപാട് ആങ്സൈറ്റി നിറഞ്ഞ ചിന്തകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ അലട്ടുന്നുണ്ട്. അപ്പോൾ ഈ ചിന്തകളെയൊക്കെ മാനേജ് ചെയ്യാനായിട്ട്, ഈ ചിന്തകളെയും നെഗറ്റീവ് തോട്ട്സിനെയും ഓവർ തിങ്കിങ്ങിനെയും നെഗറ്റീവ് ഇമോഷൻസിനെയൊക്കെ മാനേജ് ചെയ്യാനായിട്ട് പലപ്പോഴും ഈ സൈക്കോളജിസ്റ്റ് ആണെങ്കിലും തെറാപ്പിസ്റ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ പുതിയ ഒരു റിസർച്ചുകളെല്ലാതും ഒരു സൊല്യൂഷനായിട്ട്, അല്ലെങ്കിൽ ഒരു ഹെൽപ്ഫുള്ളായിട്ടൊരു ടൂളായിട്ട് പറയുന്ന ഒരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ്. പേഴ്സണലി ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ക്ലയൻസിന് അത് സജസ്റ്റ് ചെയ്യാറുണ്ട്. അത് ഒരുപാട് പലർക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. പക്ഷേ അതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ് ഐ തിങ്ക് കുറച്ച് വരുന്നേ ഉള്ളൂ, പലപ്പോഴും ലിമിറ്റഡ് ആണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു അവയർനെസ് വർദ്ധിപ്പിക്കുക എന്ന് ഞാൻ വിചാരിപ്പിക്കുന്നുണ്ട്, ഈ ഒരു സെഷനിലൂടെ വിചാരിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടൊരു ബേസിക് അവയർനെസ്, അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കുക. അപ്പോൾ ഐ നോ പേഴ്സണലി അതിൽ കുറച്ചുകൂടി ഒരു അതോറിറ്റീവായിട്ട് അതിൽ സംസാരിക്കാൻ പറ്റിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് അനിൽകുമാർ പി സി സാർ തന്നെയാണ്. കാരണം താങ്കൾ കുറേ അതിനെപ്പറ്റിയുള്ള കോഴ്സസ് ചെയ്യുന്നുണ്ട്, പലർക്കും അതിനെപ്പറ്റിയുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. യൂട്യൂബ് ചാനലിൽ അതിനെപ്പറ്റിയിട്ട് പല വീഡിയോസും ഗൈഡഡ് മെഡിറ്റേഷൻസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് വ്യക്തി എന്ന് പറയുന്നത് സാർ തന്നെയാണെന്ന് വിചാരിച്ചു. സോ സാറിനെ പറയും, എന്താണ് മൈൻഡ്ഫുൾനെസ്, അല്ലെങ്കിൽ എന്താണ് ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിൻ്റെ ഒരു വാല്യൂ നമ്മുടെ ജീവിതത്തിൽ, അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടൊക്കെ. നമുക്കിതിനെ രണ്ട് പീസായിട്ട് പഠിക്കേണ്ടി വരും. ഒന്ന് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, മറ്റൊന്ന് മൈൻഡ്ഫുൾനെസ് ലൈഫ്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് ലൈഫ്, അത് രണ്ടാണ്. പക്ഷെ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതാണ്. ഇതാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. രണ്ടാമത് എനിക്ക് പഠിപ്പിക്കാനുള്ള പോയിൻ്റ് എന്താ വെച്ചാൽ, മൈൻഡ്ഫുൾനെസ്സിൻ്റെ തിയറിയും അല്ലെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളതും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകളുടെ ലോജിക്കും ഇതും പറഞ്ഞുതരാനുണ്ട്. ആദ്യം ഞാൻ മൈൻഡ്ഫുൾനെസ് തിയറിയും ലോജിക്കും പറഞ്ഞുതരാം. വാട്ട് ഈസ് ദ ബേസിക് ഓഫ് മൈൻഡ്ഫുൾനെസ്? ആ ഐഡിയയുടെ ലോജിക്ക് എന്താണ്, അതിൻ്റെ അർത്ഥം എന്താ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് 2 സ്റ്റേജസ് ആണുള്ളത്, മൈൻഡ് ഫുള്ളായിരിക്കുന്ന അവസ്ഥയും മൈൻഡ്ഫുള്ളായിരിക്കുന്ന അവസ്ഥ. മൈൻഡ് ഫുള്ളായിരിക്കുന്നത്, മൈൻഡ്ഫുള്ളായിരിക്കുന്നത്. ഓക്കെ. മൈൻഡ് ഫുള്ളായിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ചിന്തകൾ കൊണ്ട് കലുഷിതമായൊരു ജീവിതം, മനസ്സ്.
മൈൻഡ്ഫുൾ ആയിരിക്കുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് മൊമെൻറ്റിനെ ആസ്വദിച്ച് ജീവിക്കുന്നൊരു മനസ്സ്. അപ്പോൾ ഇവിടെ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ മാത്രമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഉണ്ടോ? പോസിബിൾ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. നമ്മൾക്ക് നമ്മളുടെ പാസ്റ്റിൻ്റെ അസിസ്റ്റൻസ് ആവശ്യമാണ്. തീ പൊള്ളുന്ന സാധനമാണ് എന്നുള്ളത് എപ്പോഴോ പൊള്ളിയിട്ടുണ്ടായ ഒരു മെമ്മറിയെ കൂടെ കൊണ്ടു നടക്കുന്നുകൊണ്ടാണ് വീണ്ടും നമ്മൾ തീ പോയി പിടിക്കാത്തത്. അപ്പോൾ പാസ്റ്റിൽ നിന്ന് പൂർണ്ണമായിട്ടും നമ്മളങ്ങോട്ട് മാറാൻ പാടില്ലല്ലോ. പാസ്റ്റിൻ്റെ ഒരു അസിസ്റ്റൻസിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ പാസ്റ്റ് ഈസ് അവർ ടീച്ചർ, ഫ്യൂച്ചർ ഈസ് അവർ മോട്ടിവേറ്റർ. ഇത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പാസ്റ്റും ഫ്യൂച്ചറും നമ്മൾക്ക് രണ്ട് പണികൾ ചെയ്തു തരുന്നുണ്ട്. ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ചിന്തയില്ലാത്തവൻ എന്ത് മോട്ടിവേഷൻ ഉണ്ടാവുക ജീവിക്കുവാൻ? അപ്പോൾ അവന് പ്രസൻറ്റ് ടൈമിൽ വല്ലതും പ്രവർത്തിക്കാൻ തോന്നുമോ? ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തയില്ലാത്തവൻ പ്രസൻറ്റിൽ പ്രവർത്തിക്കുമോ? പാസ്റ്റിൽ നിന്ന് എക്സ്പീരിയൻസുകൾ എടുത്തിട്ടില്ലാത്തവൻ, അനുഭവങ്ങൾ എടുത്തിട്ടില്ലാത്തവൻ പ്രസൻറ്റിൽ ഒരു നല്ല ഫിൽട്ടേർഡായിട്ടുള്ള ഒരു പെരുമാറ്റത്തിലേക്കും വ്യക്തിത്വത്തിലേക്കും വരുമോ? അതുമില്ല. പാസ്റ്റിൽ നിന്ന് ലെസൺസ് ഉണ്ടായിരിക്കണം, ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മോട്ടിവേഷൻസ് ഉണ്ടായിരിക്കണം. പ്രസൻറ്റിൽ ജീവിക്കണം. വൈ? പ്രസൻറ്റിലേ ജീവിക്കാൻ പറ്റൂ. ജീവിതം സംഭവിക്കുന്നത് പ്രസൻറ്റിൽ മാത്രമാണ്. അതായത് ചില പ്രസൻറ്റ് ടെൻസിൽ സംഭവിച്ച സംഭവങ്ങൾ ഇന്ന് മെമ്മറികളിലായിപ്പോയി. അപ്പോൾ അത് പാസ്റ്റാണ്. ഒരു കാലത്തെ പ്രസൻറ്റ് ടെൻസ് അത് ഇന്ന് മെമ്മറികളിലേക്ക് മാറി. അതാണ് പാസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മുടെ ഇമാജിനേഷനിൽ ഉള്ള പ്രസൻറ്റ് ടെൻസാണ് നമ്മുടെ ഫ്യൂച്ചർ. ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്നു, ഭാവിയിൽ ഇന്ന് ആയി മാറാൻ പോകുന്നത്. അതാണ് ഒന്ന് ഇമാജിനേഷൻ്റെ വേൾഡിലും മറ്റൊന്ന് മെമ്മറിയുടെ വേൾഡിലുമാണ് ലൈഫ് കിടക്കുന്നത്, പാസ്റ്റും ഫ്യൂച്ചറും. റിയലി ഉള്ള ലൈഫ് പ്രസൻറ്റ് ടെൻസിൽ മാത്രമേ ഉള്ളൂ. സോ ലൈഫ് പ്രസൻറ്റ് ടെൻസിൽ മാത്രമുള്ളൊരു കാര്യമാണ്. നമ്മളുടെ ഈ ഒരു എക്സ്പീരിയൻസ്, റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി പ്രസൻറ്റ് മൊമെൻറ്റിലാണ്. ഓക്കെ. അപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിന് രണ്ട് ടെൻസുകളെക്കാളും, പാസ്റ്റിനേക്കാളും ഫ്യൂച്ചറിനേക്കാളും ഡോമിനൻസി ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അല്ലാതെ രണ്ടും ഇല്ലാതേക്ക് വെറും പ്രസൻറ്റിൽ മാത്രം ജീവിക്കുകയല്ല. പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ നമ്മുടെ ജീവിതത്തിന് ബാധകമായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്, രണ്ടും വേണ്ടതുമാണ്. ബട്ട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കേണ്ടത് പ്രസൻറ്റ് ആയിരിക്കണം. ഇത് മാത്രമേ ഞാൻ എപ്പോഴും പറയാറുള്ളൂ. അല്ലാതെ പോസിബിൾ അല്ലാത്ത വലിയ ഫിലോസഫി ഒന്നും പറയാറില്ല. അതായത് എപ്പോഴും പ്രസൻറ്റ് ആയിരിക്കുക എന്നുള്ള സംഭവമല്ല. ഫ്യൂച്ചറിസ്റ്റിക് തിങ്കിങ് ഉണ്ടായിരിക്കണം. പാസ്റ്റിൽ നിന്നുള്ള ലെസൺസ് നമ്മളെപ്പോഴും അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് പ്രസൻറ്റിൽ ജീവിക്കും വേണമെന്നാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഈ പ്രസൻറ്റിൽ ജീവിക്കലാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട. ഈ പ്രസൻറ്റിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കുന്ന ട്രെയിനിങ്ങുകളിൽ എപ്പോഴും രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തും. പ്രസൻറ്റിൽ നിങ്ങളൊരു ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിൽ പോലും, വെള്ളം കുടിക്കുകയാണെങ്കിൽ പോലും അതിൽ മനസ്സർപ്പിക്കണം, അതിനെ ആസ്വദിക്കണം. ഇതാണ് രണ്ട് പോയിൻ്റ്. അതിൽ മനസ്സർപ്പിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രസൻറ്റിലേക്ക് വരാൻ ഉള്ള സാധ്യത ഒരുങ്ങും അവിടെ. ഇതിനാണ് മൈൻഡ്ഫുൾ ആക്ട്സ് എന്ന് ഞാൻ വിളിക്കുന്നത്. ഒരു വെള്ളം കുടിക്കുമ്പോൾ, കുളിക്കുമ്പോൾ കുളി ആസ്വദിക്കുക, കുടിക്കുമ്പോൾ കുടിക്കുന്നത് ആസ്വദിക്കുക, കഴിക്കുമ്പോൾ കഴിക്കുന്നത് ആസ്വദിക്കുക, വർത്തമാനം പറയുമ്പോൾ വർത്തമാനം പറയുന്നത് ആസ്വദിക്കുക. ഇങ്ങനെ അവിടെ ഉണ്ടാവുക ആ ഒരു പ്രവൃത്തിയായിട്ട്. ഞാനിപ്പോൾ എന്താണോ ചെയ്യുന്നത് അതിലായിരിക്കുക. എനിക്ക് തോന്നുന്നു ഈ മൈൻഡ്ഫുൾനെസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണോ ആക്ച്വലി സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളുടെ ജീവിതം കൂടുതൽ പോകുന്നത് മൈൻഡ്ലെസ് ആയിട്ടാണ് എന്നുള്ളത് തോന്നുന്നത്. മൈൻഡ്ലെസ് ആയിട്ട്, അതായത് മൈൻഡ്ഫുൾനെസ് എന്നുള്ള പറയും, ബട്ട് വി ആർ യൂഷ്വലി മോർ മൈൻഡ്ലെസ്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പറയാൻ കാരണമുണ്ട്. മൈൻഡ്ഫുൾനെസ്സിൻ്റെ എൻഡ് മൈൻഡ്ലെസ് സ്റ്റേജ് തന്നെയാണ്. ബട്ട് കോൺഷ്യസ്ലി നമ്മളൊരു മൈൻഡ്ലെസ് സ്റ്റേജ് ഉണ്ടാക്കാനാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ മൈൻഡ് നിങ്ങളെ വെറുതെ വിടൂല. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഈ മൈൻഡ്ലെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ അല്ല, അതായത് മൈൻഡ് അവിടെ ഇല്ല. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ഞാനതല്ല ഉദ്ദേശിച്ചത്. മൈൻഡ്ലെസ് എന്നുകൊണ്ട് മനസ്സില്ലാത്തൊരവസ്ഥ നിങ്ങൾ അനുഭവിക്കും മൈൻഡ്ഫുൾനെസ്സിലൂടെ. മനസ്സെന്നൊന്നും ഇല്ലാത്ത അവസ്ഥ അനുഭവിക്കും നിങ്ങൾ. അതായത് ഫുൾ ഇങ്ങനെ ശൂന്യമായിരിക്കുന്നൊരവസ്ഥ, ബ്ലാങ്ക് ആയിരിക്കുന്നൊരവസ്ഥ അനുഭവിക്കും. ബട്ട് അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അത് ഒരു റിസൾട്ടായിട്ട് വരുന്നതാണ്. നിങ്ങൾ ചിന്തയില്ലാതെയാക്കുവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യണം എന്നതുപോലെ ഒരു ചിന്തയാണ്. ഞാനൊന്നും ചിന്തിക്കുന്നില്ല എന്നൊരാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതൊരു ചിന്തയല്ലേ? ഒന്നും ചിന്തിക്കാത്തൊരവസ്ഥ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അതൊരു റിസൾട്ടായിട്ടൊരു ഗിഫ്റ്റായിട്ട് നമുക്ക് വന്നേക്കാം.
നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മൾ എന്തിലാണോ അതിൽ 100% ആകാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നിനെയും മൈൻഡ് ചെയ്യാതിരിക്കലോ അല്ലെങ്കിൽ മൈൻഡ് തന്നെ ഇല്ലാതെയാക്കലോ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കൊള്ളാത്തൊരു സാധനമാണ്. അതൊരു ലക്ഷ്യം നല്ലതാണ്, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് കേട്ടോ. അത് വെറുതെ പറയുന്നതല്ല, അത് അനുഭവിക്കാൻ നമുക്ക് പറ്റും. അത് വേണമെങ്കിൽ കുറച്ച് നേരം പ്രാക്ടീസിന് ഇരുന്ന് കഴിഞ്ഞാൽ ഞാനത് എക്സ്പീരിയൻസ് ചെയ്ത് തരാൻ പറ്റും. എനിക്ക് ആ മനസ്സില്ലാത്ത അവസ്ഥ നമുക്ക് ആർക്കും അനുഭവിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിന് അടിസ്ഥാനമുണ്ട്, ഈ പറയുന്ന കാര്യത്തിൽ ശക്തമായ ശാസ്ത്രീയ അടിസ്ഥാനമുണ്ട്. എന്താണ് മനസ്സില്ലാത്ത അവസ്ഥ എന്നുള്ളതിനെക്കുറിച്ചിട്ട് വ്യക്തമായ നിർവചനമുണ്ട്. അപ്പോൾ ഞാനതിന് മൈൻഡ്ഫുൾനെസ് എന്ന ആ ഒരു എക്സ്പീരിയൻസിലൂടെ നമ്മൾക്ക് ആദ്യം ഉണ്ടാകുന്നത് എന്താണെന്നറിയോ? നമ്മൾക്ക് ജീവിതം ആസ്വാദ്യകരമായി തോന്നണം എന്നുണ്ടെങ്കിൽ വളരെ പണച്ചെലവുള്ള രീതിയിലേക്കായിപ്പോയി നമ്മളിപ്പോൾ. ആസ്വാദനം ഉണ്ടാവണം, ഔട്ടിങ് പോകണം, ഫുഡ് കഴിക്കാൻ പോകണം, പർച്ചേസിങ്ങിന് പോകണം, അങ്ങനെയൊക്കെയായി. നിങ്ങൾക്കൊരു പൂമ്പാറ്റ ഒരു ചെടിയിൽ തത്തിക്കളിക്കുന്നത് കാണുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ടോ? നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ കുടിക്കും, അതിങ്ങനെ ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടോ? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടോ? ഷവറിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടോ? അതോ ഇതൊക്കെ വെറും റുട്ടീനാണോ? ഇതാണ് ഈ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ക്വസ്റ്റ്യൻ. നമ്മൾ എന്നും സുലഭമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ബോറിങ് റുട്ടീനാക്കി മാറ്റുകയും സന്തോഷം എന്നുള്ളത് റെയറായിട്ട് എവിടെ പോയി പർച്ചേസ് ചെയ്യേണ്ട സാധനമാണെന്ന് ചിന്തിക്കുകയും ചെയ്താൽ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അപൂർവമായി അനുഭവിക്കുന്ന ഒരു സാധനമായിട്ട് മാറും. കാരണം എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ കൊടുക്കുന്ന മൊമെൻറ്റ്സ്, അതായത് അത്രയും വാല്യുബിളായിട്ട് കൊടുക്കുന്ന, ഇപ്പോൾ നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊസിഷനിലോട്ട് പോകുന്നതായിരിക്കാം, എന്തെങ്കിലും നേടുന്നതായിരിക്കാം, അതൊക്കെ ജീവിതത്തിൽ അതിൻ്റെ എണ്ണം എടുത്ത് നോക്കുക എന്ന് വെച്ചാൽ വളരെ റെയറാണ്. പക്ഷെ കൂടുതലുള്ളത് നമ്മളുടെ ജീവിതത്തിലുള്ള ഈ ഒരു മുൻഡെയിൻ ആയിട്ടുള്ള ഡെയിലി ആക്ടിവിറ്റീസാണ്. ലൈക്ക് ഡെയിലി രാവിലെ എണീക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നു, കുളിക്കുന്നു, അങ്ങനെ നോർമൽ റുട്ടീൻസ്. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ നമ്മളൊരു വേർഡ് വന്നാണ് നോർമൽ റുട്ടീൻസ്. അതെ, എല്ലാവർക്കും അത് നോർമൽ റുട്ടീൻസാ. അതെന്തുകൊണ്ട് കൗതുകത്തോടെ കുളിച്ചുകൂടാ? ആസ്വദിച്ചുകൊണ്ട് കുളിച്ചുകൂടാ? ആസ്വദിച്ചുകൊണ്ട് പല്ല് തേച്ചുകൂടാ? ഒരു ചെടി നനയ്ക്കണം, ആസ്വദിച്ചുകൊണ്ട് എന്തുകൊണ്ട് ചെടി നനച്ചുകൂടാ? ആസ്വദിച്ചുകൊണ്ട് പച്ചക്കറി കട്ട് ചെയ്തുകൂടാ? അത് നമ്മൾ റിപ്പറ്റേറ്റീവ് ആകുമ്പോൾ അങ്ങനെ ആയി പോവില്ലേ? അത് ഓൾറെഡി അങ്ങനെ ആയി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പഠിക്കാൻ തുടങ്ങാൻ പറ്റും. അതാണ് ആ പ്രാക്ടീസ്. അതാണ് അത്. കോൺഷ്യസ്ലി നമ്മളതിന് കുറച്ച് ടൈം കൊടുത്ത് പ്രാക്ടീസ് ചെയ്ത് എടുക്കണം. എത്ര ആളുകൾ, ഞാൻ മുന്തിരിയുടെ പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. ഒരു മുന്തിരി വായിലിട്ട് അതിനെ കടിക്കാതെ അതിനെ വായിൽ എത്ര നേരം കീപ്പ് ചെയ്യാൻ പറ്റുമോ കീപ്പ് ചെയ്യാൻ പറഞ്ഞു. മണിക്കൂർ കണക്കിന് എൻ്റെ ആ ട്രെയിനിങ് പ്രോഗ്രാം കഴിയുന്ന വരെ അവരുടെ വായിലെ മുന്തിരി ഉണ്ടായിരുന്നു തോന്നണം അന്നത്തെ ഡേയിൽ ഫുള്ള്. എന്നിട്ട് അവർ പറയാണ് കൊല കണക്കിന് മുന്തിരി തിന്നിട്ടുള്ള ആളാണ്, പക്ഷെ ഒരു മുന്തിരിക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് എന്താണ് മനസ്സിലാവുന്നത്? നമ്മളങ്ങോട്ട് വിഴുങ്ങലല്ലേ എല്ലാം. ഒന്നും അതിന് പൂർണ്ണമായിട്ടൊന്നും എൻജോയ് ചെയ്യുന്നൊന്നും ഇല്ല. നമ്മളെല്ലാം ഇതൊക്കെ തീർത്തിട്ട് വേണം അടുത്തെന്തോ ചെയ്യാനുള്ള പോലെയാണ് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. ശരിയാണ്. എല്ലാം വേഗം തീർക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നത് വേഗം തീർക്കണം, കുളിക്കുമ്പോൾ വർക്കിനെ പറ്റിയിട്ട് വേഗം തീർക്കണം, എല്ലാം വേഗം തീർക്കണം. ഇതൊക്കെ തീർത്തിട്ട് ലാസ്റ്റ് കുഴി പോയി കിടക്കാനാണ്. ഈ ഉള്ള മൊമെൻറ്റുകൾ എൻജോയ് ചെയ്ത് പോകണത് തീർക്കാനുള്ളതല്ല, ആസ്വദിക്കാനുള്ളതാണ്. ഇതൊന്നും നമുക്ക് പണിയല്ല, ഇതെല്ലാം നമുക്കൊരു ഗെയിമായിട്ട് മാറണം. ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പണികളും, പൂമ്പാറ്റയെ നോക്കിയിരിക്കുക, കിളികളുടെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക, വെള്ളം ആസ്വദിച്ച് കുടിക്കുക, ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക, പച്ചക്കറി ആസ്വദിച്ച് കട്ട് ചെയ്യുക, അടിച്ചു വാരുന്നത് ആസ്വദിച്ച്, പൊടി തുടയ്ക്കുന്നത് ആസ്വദിച്ച് ചെയ്യുക. ഞാനങ്ങനെ ചെയ്യുന്ന മനുഷ്യനാണ്. എന്തു ചെയ്യുന്നോ അതിൽ 100% എൻജോയ്മെൻ്റ് ആയിരിക്കും. ഞാനൊരിക്കൽ വലിയൊരു പ്രിമൈസിലെ സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്ങിന് ടീം വന്ന സമയത്ത് അവരെ കൂടെ നിന്നതെല്ലാം ചെയ്തു കൊടുക്കണം, എല്ലാം ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുക്കാൻ കൂടെ നിൽക്കാൻ ആർക്കും വലിയ താല്പര്യമില്ലായിരുന്നു. ഞാൻ നിൽക്കുകയും ഞാൻ ആസ്വദിച്ച് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിരുന്നു, നാറ്റല്ലേ? നാറ്റം ആസ്വദിക്കുക. എന്താണോ ഇപ്പോൾ അവസ്ഥ? എനിക്കിപ്പോൾ നാളെ ഈ ടാങ്ക് അടച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ ഇതെന്താ ഇതിൻ്റെ മണം എന്നറിയാൻ പറ്റില്ലല്ലോ. ഇന്നിപ്പോൾ ഒരു വഴിയില്ല, ഇപ്പോൾ ഇത് ആസ്വദിക്കുക, അതിലങ്ങോട്ട് മുഴുകുക എന്നുള്ളതാണ്. എന്താണോ നമ്മുടെ പണി അതിൽ നമ്മൾ ആ സമയത്ത് മുഴുകി. പിന്നെ അതിനോടൊരു വിരോധം വെച്ചിട്ട് കാര്യമില്ല നമുക്ക്. അതാണ് ഞാൻ ആശുപത്രി കിടക്കേണ്ട ഘട്ടങ്ങളിൽ ആശുപത്രി ബെഡിൽ കിടക്കുന്നത് ആസ്വദിക്കുക, ട്രിപ്പിട്ട് കിടക്കേണ്ടി വന്ന ട്രിപ്പിട്ട് കിടക്കുന്നത് ആസ്വദിക്കുക. ജീവിതത്തിലെ എല്ലാ മൊമെൻറ്റിനെയും ആസ്വാദനമാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അതിനെ ഖേദം പ്രകടിപ്പിക്കാറില്ല. ഞാൻ അതിനെ ഒരു എൻജോയ്മെൻറ്റ്, അതിൻ്റെ എൻജോയ്മെൻ്റ് ആ എക്സ്പീരിയൻസ് കിട്ടാൻ പറ്റിയല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. ഒരു ഡൗട്ടുള്ള എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇതിന് ബേസിക്കായിട്ട് മൈൻഡ്ഫുൾനെസ് പറയുന്ന സമയത്ത് നമ്മൾ ഒരു സ്ട്രെസ് റിലീഫ്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ തോട്ട്സിനെ മാനേജ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഉപരി നമ്മളൊരു ബ്രോഡർ ആയിട്ടുള്ള ഒരു വേ ഓഫ് ലൈഫായിട്ട് അതിനെ കാണുകയെന്ന് വെച്ചാൽ അതിൻ്റെ
ഒരു സ്ഥാനം എന്താണ് നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇപ്പോൾ നമ്മൾ സംസാരിച്ച് കുറച്ച് കാര്യങ്ങൾ കണക്റ്റ് ആയിട്ടുണ്ട്, പക്ഷേ എന്തായാലും കുറച്ചുകൂടി ഓക്കെ ഇത് എത്രത്തോളം പ്രധാനമാണ് ഈ ഒരു കാര്യം എന്നുള്ളത് നോക്കുകയെന്ന് വെച്ചാൽ എന്തായിരിക്കും അതിനുള്ള ആൻസർ? പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഒരു വ്യക്തി ആ വ്യക്തിയുടെ വളരെ ബേസിക് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള റെഗുലർ ആക്ടിവിറ്റീസിൽ തന്നെ ഹാപ്പിയാവും, സന്തോഷം, പിന്നെ സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവും. ഇന്ന് മനുഷ്യൻ്റെ മെയിൻ പ്രശ്നം, നിങ്ങളെ ഒന്ന് എനിക്ക് സന്തോഷിപ്പിക്കണമെങ്കിൽ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, കുറേ പൈസ ചിലവുണ്ട്, കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളൊരവസ്ഥയാണെങ്കിൽ നിങ്ങളെ എൻ്റെ കൂടെ എൻ്റെ ഒരാളായിട്ട് നിലനിർത്താൻ ഞാൻ രണ്ടാമത് ആലോചിക്കേണ്ടി വരും ചിലപ്പോൾ. പക്ഷെ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മുഖം ഒന്ന് തെളിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് പണിയുണ്ടെങ്കിലേ എന്തായിരിക്കും അവസ്ഥ? ബട്ട് നിങ്ങളൊരു ആ ബെഞ്ചിലിരിക്കുമ്പോൾ ആ ചെടിയിലേക്ക് നോക്കി ഇരുന്നിട്ട് തന്നെ എന്ത് രസം എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ എനിക്ക് പണി കുറവല്ലേ നിങ്ങളുടെ മേലെ? നമ്മൾ ബന്ധങ്ങളുടെ ഇടയിലും സൊസൈറ്റിയിലും മറ്റും നമ്മളൊരു കോംപ്ലിക്കേറ്റഡ് സാധനം ആവാതിരിക്കുക. അയാളെ ഡീല് ചെയ്യാൻ ഇത്തിരി സൂക്ഷിക്കണം കേട്ടോ. പെട്ടെന്ന് സെൻസിറ്റീവാണ്, സൂക്ഷിച്ച് മുഖഭാവമൊക്കെ നോക്കി പുള്ളിയോട് സംസാരിക്കണം, ഇങ്ങനെയൊക്കെ പറയേണ്ട ഒരു അവസ്ഥ നമ്മളെ കൊണ്ട് മറ്റുള്ളവർ അനുഭവിക്കുന്നെങ്കിൽ നമ്മളൊരു നല്ല മനുഷ്യനല്ല. അപ്പോൾ നമ്മളൊരു സിമ്പിൾ മനുഷ്യനായി മാറും. അതാണ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ അനാവശ്യമായിട്ട് പല മാനസിക രോഗങ്ങളും വരുത്തി വയ്ക്കാനുള്ള കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആസ്വാദനം നഷ്ടപ്പെടുത്തി ജീവിക്കുന്നുണ്ട്, യാന്ത്രിക ജീവിതത്തിലേക്ക് പോയിട്ടുള്ളതുകൊണ്ടാണ്. ജീവിതം ആസ്വദിക്കുന്നൊരു മനുഷ്യന് മനോരോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ബയോളജിക്കൽ റീസൺസ് കൊണ്ട് വന്നേക്കാം. ജീവിതം ആസ്വദിക്കുന്ന വ്യക്തിക്ക് ആസ്വാദനം വറ്റിപ്പോകുമ്പോഴാണ് ബാക്കി ഈ ഡിപ്രസീവായിട്ടുള്ള ഏരിയകളിലേക്കൊക്കെ നമ്മൾ പോകാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. എൻജോയ് യുവർ ലൈഫ് എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക്. അതും വെറും എൻജോയ് യുവർ ലൈഫ് എന്ന് പറയുമ്പോൾ വീണ്ടും എൻജോയ്മെന്റ് തേടി അങ്ങനെയല്ല, നമ്മൾ നിത്യവും ചെയ്യുന്നത് തന്നെ എൻജോയ്മെൻ്റ് ആക്കി മാറ്റലാണ്. എൻജോയ്മെൻറ്റിന് കുറച്ച് സെപ്പറേറ്റ് പണികൾ വേണ്ട. ഇതാണ് മൈൻഡ്ഫുൾനെസ് ആക്ട്സ് എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ തീം കുറച്ച് ഡിഫറെൻ്റ് ആണ്. സിറ്റ് കംഫർട്ടബ്ലി, കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു, ബ്രീത്തിലേക്ക് ശ്രദ്ധിക്കുക, ജസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നു, അത്ര മാത്രമല്ല. അത് കോൺഷ്യസ് ബ്രീതിങ് ഒന്നുമില്ല. എന്നിട്ട് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ വരുമായിരിക്കും. നമ്മളങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ചിന്ത വന്നു എന്ന് മനസ്സിലാക്കുന്നു. ചിന്ത വന്നോട്ടെ, ജസ്റ്റ് അവെയർ ആവുക. ചിന്ത വരുമല്ലോ, മനസ്സല്ലേ, ചിന്ത വരാനുള്ള യന്ത്രത്തിൻ്റെ പേരാണല്ലോ മനസ്സ്. ചിന്ത വന്നോട്ടെ, എന്ത് ചിന്തയാണ് വന്നത് എന്ന് ജസ്റ്റ് ഒന്ന് അവെയർ ആവുക. അത് അവെയറായി കഴിഞ്ഞാൽ ഓക്കെ ശരി, ഞാൻ തിരിച്ച് ബ്രീത്തിങ്ങിലേക്ക് പോയിക്കോട്ടെ എന്ന് ആ ചിന്തയൊന്ന് അക്കോമഡേറ്റ് ചെയ്തു, അഡ്മിറ്റ് ചെയ്തു, തിരിച്ചുപോയി, ബ്രീത്തിലേക്ക് തന്നെ പോയി. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വേറൊരു ചിന്ത വരും, അതിനെയും നമ്മൾ അവെയർ ആവുക. ഇവിടെ ഒരു കാര്യം ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, പലരും ഞാൻ എൻ്റെ ചാനലിൽ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പലരും ചോദിക്കാറുള്ള കാര്യം എന്താ വെച്ചാൽ, എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ മൈൻഡിനെ എനിക്ക് അങ്ങനെ വെക്കാൻ സാധിക്കുന്നില്ല, മൈൻഡ് വേറെ ചിന്തകളിലോട്ട് പോകുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഞാൻ കൊടുക്കുന്നൊരു ഉത്തരവുണ്ട്, പക്ഷേ സാർ പറയാതെ വെച്ചാൽ എന്തായിരിക്കും ഉത്തരം കൊടുക്കുന്നുണ്ടാവും? ഞാൻ ഫോക്കസ് ചെയ്യാൻ ട്രൈ ചെയ്യരുത് എന്ന് പറയും. നമ്മളുടെ മനസ്സിനെ കൊണ്ടൊരു അടിമപ്പണി ചെയ്യിപ്പിക്കലല്ല മെഡിറ്റേഷൻ. നമ്മുടെ മനസ്സിന് ഇത്തിരി നേരം വിശ്രമം കൊടുക്കലാണ് മെഡിറ്റേഷൻ. ഈ ജീവിതത്തിൽ ചെയ്യുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഹൈലി ഫോക്കസ് ആവശ്യമുള്ള സാധനങ്ങളാണ്. അതൊക്കെ ചെയ്ത് ക്ഷീണിച്ചിട്ടുള്ള മനസ്സിനെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ ഇരുത്തുകയാണ് നമ്മൾ മെഡിറ്റേഷനിൽ. അവിടെയും ഫോക്കസാണ് ഇതിൻ്റെ മെയിൻ എയിമെങ്കിൽ അമ്മാതിരി ഫോക്കസിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് ഒരു ടോർച്ചറിങ് ആണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മൈൻഡ് ഇങ്ങനെ വാണ്ടർ ചെയ്ത് പോവുകയാണെങ്കിലോ ജസ്റ്റ് അവെയർ അബൌട്ട് ഇറ്റ്, അത് ഓട്ടോമാറ്റിക്കലി വരും. ഒരു കുട്ടി കത്തി എടുത്ത് കളിക്കാമെന്ന് വിചാരിച്ചോ, രണ്ട് രീതിയിൽ നമുക്ക് ആ കത്തി താഴെ വെപ്പിക്കാം. വെക്കടാ കത്തി താഴെ, അതുകൊണ്ട് കളിക്കാൻ പാടില്ല നിനക്കറിയില്ല, കളിപ്പാട്ടെടുത്ത് കളിക്കടാ എന്ന് പറഞ്ഞിട്ട് അതിനെ മെരുക്കാം കുട്ടീനെ. മറ്റൊരു വഴിയുണ്ട്, നിൽക്കുക കുട്ടിയുടെ മുന്നിൽ നോക്കുക, ഒന്നും ഇടപെടരുത്, ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക മാത്രം. രൂക്ഷമായൊരു ഒബ്സർവേഷൻ, നിരീക്ഷണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവെയർ ആവുന്നു, അവൻ ചെയ്യുന്ന ഓരോ കാര്യവും ഞാൻ അവിടെ നോക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലാവാൻ തുടങ്ങിയാൽ പതുക്കെ കത്തി അവനവിടെ വയ്ക്കും. ജസ്റ്റ് ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ മാന്യമായത് കണ്ടോ കുട്ടി, മാന്യനായത് കണ്ട, ഇതേപോലൊരു സ്വഭാവം നമ്മുടെ മനസ്സിൻ്റെ, അതൊരു കുട്ടിയാണ്. അതിന് ജസ്റ്റ് നമ്മളൊന്ന് നോക്കുന്നുണ്ടെന്ന് മനസ്സിലായാൽ തന്നെ പുള്ളി അധികം ചിന്തിക്കേണ്ട എന്ന് തീരുമാനിക്കും. ചിന്തകൾ വരുന്നതിന് മുഴുവൻ അവിടെ ആരോ കണക്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചിന്ത കുറയ്ക്കാമെന്ന് മനസ്സിലൊരു തീരുമാനം വരും. അതുകൊണ്ട് ഫോക്കസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്തോറും മൈൻഡ് ഡീഫോക്കസ്ഡ് ആവാൻ ശ്രമിക്കും. പക്ഷേ നിങ്ങൾ ഫോക്കസ് ചെയ്യാനൊന്നും ശ്രമിക്കാതെ ഞാൻ നോക്കണ്ട കേട്ടാ നീ എന്താ ചിന്തിക്കുന്നതെന്ന് എന്നൊരു ഭാവത്തിലിരിക്കുമ്പോൾ ചിന്തകളുടെ എണ്ണം അങ്ങോട്ട് കുറയാൻ തുടങ്ങും. ഞാനിങ്ങനെ ഒരു പ്രാക്ടീസ് കൊടുക്കാറുണ്ട്. നിങ്ങളൊരു ബുക്കും പെന്നും എടുത്തിട്ട് ഇങ്ങനെ പെന്ന് കൈ പിടിച്ച് ബുക്കിൽ ടച്ച് ചെയ്ത് വെക്കാൻ പറയും. എന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറയും. നിങ്ങളുടെ മൈൻഡിൽ ഒരു തോട്ട് വന്നാൽ ബുക്കിൽ ഒരു വരയിടാൻ പറയും. നോക്കൊന്നും വേണ്ട, ഒരു വരയിടാൻ പറയും. ഇങ്ങനെ കുത്തി വരച്ചുകൊണ്ടേയിരിക്കുക.
1 വരയിടുക, 2 വരയിടുക, എത്ര തോട്ട്സ് വന്നാൽ അത്രയും വരാം. ആദ്യത്തെ ദിവസം 30-40 വരയൊക്കെ വീഴും 15 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും. എന്നിട്ടൊരു 15 ദിവസം പിന്നെ വരയെന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുക. 15 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ദിവസം ബുക്കും പെന്നും പിടിച്ചിട്ടിരിക്കുക. വരയുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടാവും. പ്രൂഫ് വേണമല്ലോ നമുക്ക്. മൈൻഡിലെ തോട്ട്സിൻ്റെ എണ്ണം 15 മിനിറ്റിൽ എത്ര എണ്ണം വരുന്നുണ്ട്. 15 മിനിറ്റിൽ 30-40 തോട്ട്സ് വന്നിരുന്ന ഒരാൾ 15 മിനിറ്റിൽ 1-2 തോട്ട്സ് വരുന്ന ഒരാളായി തുടങ്ങും. അത് പ്രോഗ്രസ് അല്ലേ? ഇങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു രസകരമായ അല്ലെങ്കിൽ വളരെ അതിശയിപ്പിക്കുന്ന ഒരു ആശയം പറയട്ടെ. നമ്മുടെ ശരീരത്തിൽ നമുക്ക് വിസിബിളായി കാണുന്ന പല പ്രവർത്തനങ്ങളിൽ പലതും ഓട്ടോമാറ്റിക് പ്രവർത്തനങ്ങളാണ്. ഉദാഹരണത്തിന് നമുക്ക് ഹൃദയമിടിപ്പ് എന്ന് പറഞ്ഞ സാധനം അറിയാൻ പറ്റും. അത് നമുക്ക് ഞാൻ കുറച്ച് നേരം ഹൃദയം മിടിപ്പിക്കട്ടെ, കുറച്ച് നേരം മിടിപ്പിക്കാതിരിക്കട്ടെ എന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അത് മിടിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ കൺട്രോളിലല്ലാത്ത അനൈച്ഛിക പ്രവർത്തനങ്ങൾ ധാരാളം നമ്മുടെ ശരീരത്തിലുണ്ട്. ദഹന പ്രക്രിയ, ഹൃദയമിടിപ്പ്, ഇങ്ങനത്തെ കുറേ പണികൾ. പിന്നെ കംപ്ലീറ്റ് നമ്മുടെ കൺട്രോളിലുള്ള ചില പ്രവൃത്തികളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കൈ ചലിപ്പിക്കുന്നത് 100% നമ്മുടെ കോൺഷ്യസിലാണ്. യാദൃശികമായി എൻ്റെ കൈ ഇങ്ങനെ പോയി എന്നൊന്നും നമ്മൾ പറയില്ലല്ലോ. അപ്പോൾ അതൊക്കെ പൂർണ്ണമായും കൺട്രോളിലുള്ള പ്രവൃത്തിയാണ്. എന്നാൽ നമ്മൾക്ക് വിസിബിളായിട്ട് നമ്മുടെ ശരീരത്തിൽ 2 പ്രവൃത്തികൾ അത് നാച്ചുറലി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. വേണമെങ്കിൽ നമുക്കതിനെ മാനുവൽ മോഡിലേക്ക് ഇടാനും പറ്റും. അങ്ങനത്തെ 2 പ്രവൃത്തികളാണ് ഉള്ളത്. ഒന്ന്, കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നത്. അത് നാച്ചുറലി ഫുൾ ടൈം ബ്ലിങ്കിങ്ങിലാണത്. അത് അതിൻ്റെ പണി ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ ഒരു 10 മിനിറ്റ് നേരെ ഇരുന്ന് കോൺഷ്യസ്ലി ഓരോ തവണയും കണ്ണിങ്ങനെ ബ്ലിങ്ക് ചെയ്യൂ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അനൈച്ഛികവുമാണ് ഐച്ഛികവുമാണ്. കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് ആക്ടിവിറ്റിയാണ് കണ്ണ് ബ്ലിങ്കിങ് ചെയ്യുന്നത്. അതുപോലെ മറ്റൊന്നാണ് ബ്രീത്തിങ്. നമ്മളെപ്പോഴും ബ്രീത്ത് ചെയ്യുന്നുണ്ട്, പക്ഷെ വേണമെങ്കിൽ നമുക്ക് കോൺഷ്യസ്ലി ബ്രീത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ കണ്ണിൻ്റെ ബ്ലിങ്കിങ്ങിനെ പ്രാക്ടീസിന് എടുത്തു കഴിഞ്ഞാൽ ഇത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് കണ്ണ് അടച്ചു വെച്ചോളൂ, അല്ലെങ്കിൽ പകുതി അടച്ചു വെച്ചോളൂ എന്ന് പറയുന്നു. ബ്രീത്ത് എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നു. അതെന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നറിയോ? മൈൻഡ് ഓട്ടോമാറ്റിക് മോഡിലാണ് പ്രവർത്തിക്കുന്നത് ഒരു സാധാരണ മനുഷ്യൻ്റെ. അതിനെ മാനുവൽ മോഡിലേക്ക് ആക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ. നമ്മുടെ മൈൻഡ് നമ്മളുടെ ഒരു ഓപ്പറേഷനിലേക്ക് വിധേയപ്പെടാൻ പോവുകയാണ്. മൈൻഡ് എന്ന് പറയുന്ന വലിയ യൂണിറ്റിനെയൊക്കെ പോയിട്ട് മാനുവൽ മോഡിലേക്ക് ഇടാൻ പോകുന്നതിന് മുൻപ് ഇവിടെ പോസിബിളായിട്ടുള്ളൊരു ചെറിയ പരിപാടിയുണ്ട്. ശ്വാസം സ്വാഭാവികമായി നടക്കുന്ന സാധനമാണ്. ഇതിനെ എത്ര നേരം നിങ്ങൾക്ക് കോൺഷ്യസ്ലി ചെയ്യാൻ പറ്റും? ബ്രീത്തിങ്. അപ്പോൾ മനസ്സെന്ന് പറയുന്ന ഈ അനൈച്ഛികമായി സ്വന്തം നിയന്ത്രണത്തിലല്ലാതെ പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് യൂണിറ്റിനെ മാനുവലാക്കാൻ പോകുന്നതിനുള്ള ഒരു എലിജിബിലിറ്റി ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യണം. ആദ്യം ശ്വാസത്തെ ഒന്ന് മാനുവലാക്കുക. കുറച്ചു നേരം ശ്വാസത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിനാണ് ബ്രീത്തിങ് പ്രാക്ടീസ് കൊടുക്കുന്നത്. ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. 2 ഉദ്ദേശമാണ്. പ്രസൻറ്റ് മൊമെൻറ്റിൽ അനുസ്യൂതം ചലിക്കുന്ന ഒന്നിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മൈൻഡ് പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരും. ഒരു വെള്ളച്ചാട്ടം നോക്കിയിട്ടിരുന്നാൽ മതി. പക്ഷേ എല്ലായിടത്തും വെള്ളച്ചാട്ടം കിട്ടില്ലല്ലോ. പക്ഷേ പ്രസൻറ്റ് മൊമെൻറ്റിൽ അനുസ്യൂതം പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ശ്വാസോച്ഛ്വാസം. നമുക്ക് അവൈലബിൾ ആയൊരു സാധനം. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പോലും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഒരു ലോജിക്ക്. രണ്ടാമത്തെ ലോജിക്ക്, നമ്മളുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തെ കുറച്ച് നേരം കോൺഷ്യസ്ലി ആക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ മാത്രമേ മൈൻഡിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അവിടെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുകയാണ് അവിടെ. ഇത് രണ്ടുമാണ് ഈ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ലോജിക് എന്ന് പറയുന്നത്. പ്രാക്ടീസിൻ്റെ ലോജിക്. ഇത് നമ്മളെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ്റെ ആ ഒരു ഏകാഗ്രതയിലേക്കും ആ അനുഭൂതിയിലേക്കും പോകുന്ന തലം. മറ്റൊരു തലമാണ് ഞാൻ പറഞ്ഞത്. നിത്യജീവിതത്തിലെ സകല കാര്യങ്ങളെയും ആസ്വദിക്കുകയും മനസ്സിരുത്തുകയും ചെയ്യുന്നൊരു അവസ്ഥ, കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നത്. ഐ തിങ്ക് ഒരു പ്രശ്നമാണ്. അതായത് ഞാൻ മൈൻഡ്ലെസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്നാണ്. അതായത് നമ്മൾ മനസ്സില്ലാതെ, അതായത് ഇവിടെയല്ല മനസ്സ് ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് വേറെ എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഫോണിലായിരിക്കും. ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അതുപോലെ തന്നെ നമ്മൾ കോൺഷ്യസ് ആയിരിക്കില്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോവും. അതായത് ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ, ഇപ്പോൾ രാവിലെ എണീച്ച് ബ്രഷ് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ ശരീരം അതൊരു ഹാബിറ്റായി മാറിയിട്ട് രാവിലെ എണീക്കുന്നു, ഇങ്ങനെ പോകുന്നു, സ്ലീപ്പ് വാക്ക് ചെയ്യുന്ന പോലെ പോകുന്നു, ബ്രഷ് ചെയ്യുന്നു, എല്ലാം വെള്ളം ഒഴിക്കുന്നു, ഇതൊക്കെ ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സായി. അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് എനിക്ക് ഇതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാകുന്നത് എന്താ വെച്ചാൽ നമ്മളെ മൈൻഡും ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അതായത്
എൻ്റെ മൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ കാര്യങ്ങൾ ചിന്തിക്കും, മൈൻഡിൻ്റെതായ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. പക്ഷേ അവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. കാരണം മൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് പോകുമെന്ന് വെച്ചാൽ അതിൻ്റെ നേച്ചർ അത്ര ഗുഡല്ല. അതായത് മൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുള്ള വേവലാതികളും അല്ലെങ്കിൽ എപ്പോഴോ നടന്നു പോയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വിഷമങ്ങളും അല്ലെങ്കിൽ അതിലോട്ടേക്ക് ഓട്ടോമാറ്റിക്കലി പോകുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് അവിടെ ഒരു കോൺഷ്യസ്നെസ് ഇല്ല എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഹാബിച്വലായിട്ടാണ് പോകുന്നത് വെച്ചാൽ, ഞാൻ എൻ്റെ കയ്യിലല്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതം എൻ്റെ കയ്യിലല്ല, എൻ്റെ മനസ്സെൻ്റെ കയ്യിലല്ല. അങ്ങനെ ആകുമ്പോഴാണ് അവിടുന്ന് ഈ പ്രശ്നങ്ങൾ തുടക്കമാവുന്നത് അല്ലേ. മാനസികമായിട്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എല്ലാത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഒരു മൈൻഡും ബോഡിയും നമ്മൾ ശരീരം മുഴുവനും ഒരു ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നു, കോൺഷ്യസ് അല്ലാതെ എന്നുള്ളത്. റീസൺ പറയട്ടെ, നാച്ചുറലി നമ്മൾ ജനിച്ചപ്പോൾ മുതലുള്ളതാണ്. നമ്മൾ ജനിച്ചത് ടോപ്പ് ഗിയറിലാണ്. പ്രാക്ടീസ് ചെയ്തിട്ട് ഫസ്റ്റ് ഗിയറിൽ ഓടിക്കാൻ പഠിക്കണം. അങ്ങനെയാണ്. അല്ല സാധാരണ വണ്ടി പോലെയല്ല ഇത്. ആദ്യം ഫസ്റ്റ് ഗിയറിൽ തുടങ്ങി പിന്നെ ടോപ്പ് ഗിയറിലേക്ക് പോകുന്ന പോലെയല്ല ലൈഫ്. നമ്മൾ ജനിച്ചപ്പോൾ നമ്മുടെ റോ സ്റ്റേജിൽ അസംസ്കൃതമായ നമ്മൾ ടോപ്പ് ഗിയറിൽ ജനിച്ചവരാണ്. ചെറുപ്പം മുതൽ അങ്ങനെ ആക്റ്റീവായിട്ടുള്ളൊരു ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ കുരങ്ങൻ്റെ സ്വഭാവത്തോടു കൂടെ ജനിച്ചവരാണ് നമ്മളെല്ലാം. നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മുടെ മൈൻഡിനെ ഫസ്റ്റ് ഗിയറിലേക്ക് കൊണ്ടുവരികയാണ്. ഫസ്റ്റ് ഗിയറിൽ വണ്ടി ഓടുന്നുണ്ടല്ലോ, നല്ല ഗ്രിപ്പിലായിരിക്കും അത് ഓടുന്നത്, കൺട്രോളിലായിരിക്കും, കൺട്രോൾഡ് റണ്ണിങ് ആയിരിക്കും. ആ കൺട്രോൾഡ് റണ്ണിങ് ആണ് നമുക്ക് അറിയാത്തത്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഓണത്തിനൊരു മത്സര പരിപാടി ഉണ്ടായിരുന്നു. സൈക്കിൾ സ്ലോ എന്നാണ് അതിന് പേരുണ്ടാവുക. സൈക്കിൾ സ്ലോ കേട്ടിട്ടുണ്ടോ? സ്ലോ സൈക്കിളാണ് ഉദ്ദേശിക്കുന്നത്, മെല്ലെ ഓടിക്കുന്നത്. എന്ന് വെച്ചാൽ ഫാസ്റ്റായിട്ട് പോകുമ്പോൾ നമ്മൾക്ക് സൈക്കിൾ ബാലൻസ് വളരെ എളുപ്പമാണ്. പതുക്കെ ഓടിക്കുമ്പോഴാണ് സൈക്കിളിൻ്റെ ബാലൻസ് പോകുന്നത് അല്ലേ. അതിൻ്റെ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ ബാലൻസ്. ഇതുപോലെ നമ്മളിങ്ങനെ ഡിസ്ട്രാക്റ്റഡായിട്ട് ഫോർവേർട്ടഡായിട്ട് എക്സ്ട്രാവേർട്ടഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സിനെ അതിന് വല്ല പ്രശ്നം ഉണ്ടോയെന്ന് അറിയാൻ പോലും നമുക്ക് പറ്റില്ല. അവിടെ നമ്മൾ മെൻ്റൽ ബാലൻസിങ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റേ വരുന്നില്ല. കാരണം ഇതെവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് വേണ്ട ഇതിനൊന്ന് പരിശോധിക്കാൻ. പലപ്പോഴും നമ്മൾ തിരക്കിട്ട് ഓടുന്ന 5-6 ദിവസത്തെ ബിസി ഷെഡ്യൂളുകൾക്ക് ശേഷം ഒരു വിശ്രമ ദിവസം കിട്ടിയാന്ന് വയ്യാന്ന് തോന്നുന്നൊരവസ്ഥ കണ്ടിട്ടുണ്ടോ? അപ്പം എന്താ ഇന്നലെ വരെ വയ്യായികയല്ലായിരുന്നു? ഇന്നലെ വരെയും വയ്യായി ഉണ്ടായിരുന്നു. ബട്ട് അതൊരു ബിസി ഷെഡ്യൂളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വയ്യ എന്ന് നമ്മുടെ ബോഡി ഡോമിനേറ്റ് ചെയ്ത് പറയില്ല നമ്മളോട്. നമ്മൾ ആ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ബോഡി അത് നമ്മളോട് പറയുന്നത് വയ്യ എന്നുള്ളത്. ഒരു വലിയ പ്രോഗ്രാമുകളൊക്കെ കഴിയുമ്പോൾ പൊതുവെ നമ്മൾ അനുഭവിക്കാറുണ്ടില്ലേ? മനസ്സും ഇങ്ങനെയാണ്. അത് ഒന്ന് കഴിഞ്ഞ് പറഞ്ഞ ടോപ്പ് ഗിയറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാം പ്രശ്നത്തിലായി ഏതോ ഒരു ഇറക്കത്തിൽ ബ്രേക്ക് പൊട്ടിയിട്ട് വണ്ടി പോയി അപകടത്തിൽ ഇടിച്ചു നിൽക്കുന്നൊരു മൊമെൻറ്റിലൊക്കെ പോകുമ്പോഴാണ് അതിന് ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാവുന്ന പോലെയാണ് ജീവിതം. പലപ്പോഴും എവിടെയോ ഒരു ഇമോഷണൽ ആക്സിഡൻറ്റ് സംഭവിച്ച ശേഷമാണ് എനിക്കെന്തോ കുഴപ്പമുണ്ട്, അപ്പോഴാണ് മൈൻഡ്ഫുൾനെസ്സിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ ഫസ്റ്റ് ഗിയറിൽ ഓടാൻ പഠിപ്പിക്കുകയാണ്. മനസ്സിൻ്റെ ഒരു സ്ലോ മോഷനുണ്ട്. എനിക്കിത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ മനുഷ്യരുടെ എല്ലാവരുടെയും മനസ്സിനെ ഒരു -2 ഓടിക്കാൻ വല്ല വഴിയുണ്ടോ എന്നുള്ളത്. സ്ലോ മോഷനിലേ അങ്ങനെ ഓടിച്ചവിടുത്തെ പ്രശ്നം തീർന്നു. എല്ലാത്തിനെയും ഫാസ്റ്റാക്കി കളഞ്ഞു മനുഷ്യൻ, അൺകോൺഷ്യസ്ലി ആക്കി കളഞ്ഞു. ഇത്തിരി ഒന്ന് മനസ്സിരുത്തി ആസ്വദിച്ചിട്ടൊക്കെ ഇങ്ങനെ പോകാൻ എന്താ അങ്ങനെ ശ്രമിച്ചാൽ കുഴപ്പം എന്ത് ചോദിക്കേ. ഡ്രൈവിങ്ങിലൊക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എത്ര ആസ്വദിക്കാൻ പറ്റുന്നൊരു പരിപാടിയാണ് ഡ്രൈവിംഗ് എന്നറിയാം. പക്ഷേ ഇതൊക്കെ അങ്ങോട്ട് ഹെവി മോഡിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ് എല്ലാം. അതിൻ്റെ ഒരു മധ്യത്തിൽ നിൽക്കുമ്പോഴേ ആസ്വാദനം ഉണ്ടാവുള്ളൂ. വെളിച്ചം വളരെയധികം കുറഞ്ഞു പോയാൽ ഒരു വസ്തുവിനെ കാണാൻ നമുക്ക് പറ്റില്ല. വെളിച്ചം അവിടെ വളരെയധികം കൂടിപ്പോയാലും ഒരു വസ്തുവിനെ നമുക്ക് കാണാൻ പറ്റില്ല. ഒരു ആവറേജ് വെളിച്ചത്തിലാണ് ഒരു വസ്തുവിനെ ആസ് ഇറ്റ് ഈസ് കാണാനുള്ള കഴിവ് നമുക്കുള്ളൂ. ഇതുപോലെയാണ് മനസ്സും. അതിൻ്റെ സ്പീഡ് അമിതമായി കൂടിപ്പോയാൽ നമുക്കതിനെ ആസ്വദിക്കാൻ പറ്റില്ല ഒന്നിനെയും. നിങ്ങളുടെ മുന്നിലൂടെ 36 ഫിലിംസ് പെർ സെക്കൻഡോ അങ്ങനെ ഓടിക്കുമ്പോഴാണ് ഒരു ഫിലിം കാണുന്നത്. പണ്ടത്തെ ഫിലിമാണ് ഞാൻ പറയുന്നത്. ഈ പ്രൊജക്ടറിൽ ഫിലിം ഓടിയിരുന്ന കാലം ഉണ്ടല്ലോ, അതാണ് ഇത്ര ഫ്രെയിം പെർ സെക്കൻഡാണ്. ചറപറാന്ന് എല്ലാ ഫിലിമും കൂടെ അങ്ങോട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല, ബ്ലറായി പോകുന്നത്. അപ്പം അതിനൊക്കെ ഒരു അളവില്ലേ. ഇതുപോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ ശാന്തമായ, ഈ വാക്കുകൾ ശ്രദ്ധിക്കണം, ശാന്തമായ, ആസ്വാദ്യകരമായ, മൃദുവായ
ഇമോഷൻസിലൂടെ മനസ്സിനെ ഡെയിലി കുറച്ച് സമയം കയറ്റി ഇറക്കി ശീലിക്കുമ്പോൾ അതൊരു പരിചരണമാണ്, മനസ്സിനുള്ള പരിചരണമാണ്. ബാക്കി ഒരുപാട് സമയത്തും നമ്മൾ ചിലപ്പോൾ നമ്മുടെ ആ ഒരു റാറ്റ് റേസിൽ തന്നെ ആയിരിക്കും. ബട്ട് അതിൻ്റെ ഇടയിൽ മൈൻഡിന് ഇങ്ങനെയും ഒരു സ്റ്റേജ് ഉണ്ട് എന്നുള്ളത് മറന്നു പോവാതെ ഇരിക്കണ്ടേ നമ്മുടെ മനസ്സ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ലോജിക്സ്. ഇനിയും അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഇനി ഇതിനെ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സിമ്പതറ്റിക് ആൻഡ് പാരസിമ്പതറ്റിക് നെർവ് സിസ്റ്റംസ് ഉണ്ട്. ഇത് സിമ്പതറ്റിക് നെർവ് സിസ്റ്റം നമ്മളെ ഹൈപ്പർ ആക്റ്റീവ് ആക്കുന്നതും അത് എനിക്ക് തോന്നുന്നു അത് കൂടുതൽ നമ്മൾ സ്ട്രെസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്താണത് ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവുന്നുണ്ടാവും. നമ്മൾ ഐ തിങ്ക് നോർമലി ഇന്നുള്ള ഒരു സ്കെഡ്യൂളിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു സിമ്പത്തറ്റിക്, അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്റ്റഡീസും പറയുന്നത് ലൈക്ക് നമ്മൾ ആ ഒരു സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം മോഡിൽ ജീവിക്കുന്ന സമയത്താണ് കൂടുതൽ നമ്മൾ ഡിപ്രസ്ഡ് ആവുന്നത്, അല്ലെങ്കിൽ സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നതും അല്ലെങ്കിൽ മറ്റു പല രോഗങ്ങൾക്കും അത് കാരണമാവുന്നുള്ളത്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെയാണ് പാരസിമ്പത്തറ്റിക് ആൻഡ് സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റംസ്. ഇത് രണ്ടും ബാലൻസ്ഡ് ആയിട്ട് പോട്ട സാധനമാണ്. ഇത് ബാലൻസ്ഡ് അല്ലെങ്കിൽ ഹൈപ്പർ ഏരിയയിലേക്ക് മാത്രം നമ്മളുടെ മൈൻഡ് പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മുടെ മനസ്സിന് എന്തോ സംഭവിച്ചു എന്ന് തോന്നുന്നു. എന്തോ സംഭവിച്ചു, എന്തോ പ്രശ്നമുണ്ട് എൻ്റെ മനസ്സിനെന്ന് തോന്നലിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, ബാലൻസ് പോയി എന്നുള്ളതാണ്. എവ്രിതിങ് ഇൻ ദിസ് ലൈഫ് ഈസ് എ ബാലൻസിങ്. അത് മനസ്സിലാക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു സൈഡ് ചൂസ് ചെയ്യലല്ല, ഒരു ബാലൻസിങ് പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ നമ്മളതിനെ ബാലൻസ് ചെയ്ത് വിടണമെന്നേ ഞാൻ പറയുള്ളൂ. ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്കും തൂക്കം കൂടണ്ടെന്ന് പറയുന്ന ആളാണ് ഞാൻ. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് യാതൊരു കാര്യങ്ങൾക്കും ഒരു നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാതെ ഫുൾ ടൈം റിലാക്സ്ഡ് മെഡിറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ കൊണ്ട് ഒരു ഗുണമില്ലാതെയാവും. അങ്ങനെയും പോകണ്ടെന്നാണ് ഞാൻ പറയുള്ളൂ. ഇത് ബാലൻസ് ചെയ്താൽ മതി. ഇതൊക്കെയാണ് മൈൻഡ്ഫുൾനെസ്സിൽ നമ്മൾ കൊടുക്കുന്ന പൊതുവായുള്ള പ്രാക്ടീസസ്. ഇനി ഇതിൻ്റെ റിസൾട്ടായിട്ട് ഞാൻ കണ്ടിട്ടുള്ള എന്താണെന്ന് പറയുക, ഞാൻ കൊടുത്ത പ്രാക്ടീസുകളിൽ നിന്ന് ആളുകൾക്ക് മനസ്സിലായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തിങ്സിൽ നിന്ന് പോലും ഒന്ന് ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിവില്ലാതിരുന്ന പലരും സിമ്പിളായിട്ട്, ഇപ്പോൾ ഈയിടെ ഒരു കുട്ടി എന്നോട് വന്നിട്ട്, ഒരു പെൺകുട്ടി പറയണ്ടായിരുന്നു, സാർ എനിക്കിപ്പോൾ ബാത്റൂമിലെ ഷവർ ഇങ്ങനെ ഓൺ ചെയ്യുന്ന സമയത്ത് ഞാനൊരു മഴയിൽ നിൽക്കുന്ന പോലത്തെ ഫീലാണ് എനിക്ക്. എൻ്റെ ശരീരത്തിലൊരു വെള്ളത്തുള്ളി ടച്ച് ചെയ്യുന്നത് എനിക്ക് എന്തോ ഒരു സന്തോഷം തരുന്നെന്നറിയോ. ഇത്ര കൊല്ലം ഞാൻ കുളിച്ചതാ, ഇത്രയൊക്കെ സന്തോഷിക്കായിരുന്നു, അതൊക്കെ വേസ്റ്റായി പോയില്ലേ. അപ്പോൾ ഇതാ പറയുന്നത്, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നല്ല സന്തോഷങ്ങൾ കണ്ടെത്തുന്ന സമയത്ത് അവരുടെ ലൈഫിൽ കോംപ്ലിക്കേറ്റഡ് സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാണ്ടിങ്സ് ഓർ ഡിസയർസ് അധികം ഉണ്ടാവില്ല. അപ്പോൾ അവർ മറ്റുള്ളവരെ അധികം ഡിസ്റ്റർബ് ചെയ്യില്ല. നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾ നമ്മളെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടേണ്ട സന്തോഷമോ സംതൃപ്തി എന്തോ ഒന്ന് മിസ്സിങ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. ഓരോ മനുഷ്യനും സെൽഫിൽ ഈ സന്തോഷവും സംതൃപ്തിയും മിസ്സാവാതെ കീപ്പ് ചെയ്യാനുള്ള വിദ്യ പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു ശല്യമാവില്ല. അപ്പോൾ എനിക്കങ്ങനെ ഒരുപാട് പേരെ അറിയാം, ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് ജീവിതത്തിനെ ആസ്വദിക്കാൻ പഠിച്ചവർ. എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. ആസ്വദിക്കുവാൻ പഠിച്ചു. ഇതാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം. ജീവിതം ആസ്വദിക്കുന്നവർക്ക് ബാക്കി മാനസിക പ്രശ്നങ്ങളൊന്നും അധികം ബാധിക്കില്ല. പിന്നെ എനിക്ക് പിന്നെ എൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളൊരു ഓട്ടോമാറ്റിക് പൈലറ്റിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതായത് ഒരു യാന്ത്രികമായിട്ട് എല്ലാ ദിവസവും ഒരു ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ അവെയർ അല്ല എന്നുള്ളതാണ്. അതായത് കോൺഷ്യസ് അല്ല എന്നുള്ളതാണ്. ഒരു അൺകോൺഷ്യസ് ആയിട്ടാണ് ജീവിക്കുന്നത്. അതായത് മൈൻഡ് ഇങ്ങനെ അതിൻ്റെ ഒരു ഹാബിച്വൽ മോഡൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ ബിഹേവിയേഴ്സും അതൊക്കെ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിലൊരു അവയർനെസ് ഇല്ലാതിരിക്കും. നമ്മൾ പലതും റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല. നമ്മളുടെ ഹാബിറ്റ്സ്, കാര്യങ്ങൾ, ഓരോ ശീലങ്ങൾ, അതൊക്കെ ആ ഒരു രീതിയിലായിരിക്കില്ല. പക്ഷേ മൈൻഡ്ഫുൾനെസ്സിൽ ഞാൻ കണ്ട ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോൺഷ്യസ്നെസ് ഇൻക്രീസ് ആകും. അതായത് നമ്മുടെ ബോധം, ആ ഒരു അവയർനെസ് ബോധം. അപ്പോൾ എനിക്ക് എന്നെ തന്നെ ഒബ്സേർവ് ചെയ്യാൻ പറ്റും. അതായത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തകളാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവിടെ അത് തിരുത്താനും, അതായത് ഇങ്ങനത്തെ ഒരു ചിന്തകൾ വരുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഞാനെന്താ ഇപ്പം ഇങ്ങനെ ചിന്തിക്കുന്നത്, അത് എനിക്ക് വേറൊരു വ്യക്തിയായി കണ്ട് അതിനെ കാണാൻ പറ്റും. അതായത് ഞാൻ ആ ചിന്തകളിൽ പെട്ടിരിക്കാതെ, അതായത് ഞാനൊരു ഉദാഹരണത്തിന് പറയണം, അല്ലെങ്കിൽ എന്നെ അലട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം വന്നു, അപ്പോൾ അതിനെ പറ്റിയിട്ട് ഓബിയസ്ലി എല്ലാവർക്കും പോലെ ഒരു നെഗറ്റീവ് തോട്ട്സ് എൻ്റെ മൈൻഡിൽ വരികയാണെങ്കിൽ, അപ്പോൾ ചിലപ്പോൾ എന്നെ പറ്റിയിട്ട് തന്നെയുള്ള നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. പക്ഷേ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്കതിനെ എൻ്റെ ഉള്ളിലുള്ള ഒരു വേറെ സാധനമായിട്ട് കാണാൻ പറ്റും. അതെ, ഡിറ്റാച്ച്ഡ് ഒബ്സർവർ ആവും. അതായത് ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ
ഞാനാണ് ആ ചിന്ത. ആ പ്രശ്നത്തിന്റെ ഉള്ളിൽ നിന്നിട്ടേ ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് പറ്റൂ. അതെ, ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ പ്രശ്നത്തിന്റെ പുറത്ത് നിന്ന് കാണാൻ പറ്റും, തേർഡ് പേഴ്സൺ കാണുന്ന പോലെ. അപ്പോൾ അത് അത്രയ്ക്ക് ബാധിക്കുന്നില്ല. അതായത് എനിക്ക് അതിനെ ചൂസ് ചെയ്യാൻ പറ്റും. അതായത് എൻ്റെ മനസ്സിൽ ഈ ചിന്തയാണല്ലോ ഉണ്ടാവുന്നത്, എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, എത്ര നല്ല ചിന്തയല്ല. അവയർനെസ് എന്ന് പറയാം. അതുപോലെ തന്നെ ശീലങ്ങളുടെ കാര്യമാണെങ്കിൽ പോലും, അതായത് ഒരു ഹാബിച്വലായിട്ട് ഞാനൊരു കാര്യം ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യുന്നത് അത്ര ശരിയല്ല, ഇത് എന്നെ പലവിടെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ ഈ മൊമെൻറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചെയ്യണം. അവിടെ അത് മാറ്റിയിട്ട് ഓക്കെ കോൺഷ്യസ്ലി എനിക്ക് വേറൊരു കാര്യം ചെയ്യാനായിട്ട് അത്. അപ്പോൾ ഇത് പല സ്റ്റഡീസും പറയുന്നുണ്ട്. അതായത് ഈ പല അഡിക്ഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ പോലും ഈ മൈൻഡ്ഫുൾനെസ് ഡെവലപ്പ് ചെയ്യാന്ന് പറയും. കാരണം എന്താ വെച്ചാൽ അവരുടെ പല ഹാബിറ്റ്സും ഓട്ടോമാറ്റിക്കാണ്. അതായത് സിഗരറ്റ് അങ്ങനെ ഒരു എക്സാമ്പിൾ എടുക്കാം. അതെ, കോൺഷ്യസ്ലി അല്ല, അവർക്ക് അങ്ങനെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് വരുന്ന സമയത്ത് ഉടനെ പോകുന്നു, എടുക്കുന്നു, വലിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മളിവിടെ കോൺഷ്യസ് ആവുന്ന സമയത്ത് ഫോൺ അഡിക്ഷൻ ആണെങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എടുത്ത് ചെയ്യണം അല്ലേ. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കോൺഷ്യസ്നെസ്, ഒരു ബോധം ഉദിക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ ഇങ്ങനെ എടുക്കാനുള്ളൊരു ഇമ്പൾസ് ഉണ്ടാവുന്നു, മനസ്സിലാവുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് നമ്മളുടെ ഇമ്പൾസസിനും ആക്ഷൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത്. നമ്മളുടെ ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ എന്നുള്ളൊരു പ്രവൃത്തിക്ക് ഉണ്ടാകുന്ന ഒരു ഇമ്പൾസസിനും അത് പ്രവൃത്തിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് നമ്മൾക്ക് അവൈലബിൾ ആയിരിക്കില്ല, നമ്മൾ അൺകോൺഷ്യസ് ആയിരിക്കുന്ന സമയത്ത്. പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ അപ്പോൾ ആ ഒരു ഗ്യാപ്പ് മനസ്സിലാക്കാനും അവിടെ പ്രോപ്പറായിട്ടുള്ള ചോയ്സ് എടുക്കാനും നമ്മൾ അത് എംപവർ ചെയ്യുന്നുള്ളത് ഒരു വലിയൊരു ബെനിഫിറ്റ് ആയിട്ട്. ഇത് പക്ഷേ ശരിക്കും അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല തോന്നുന്നു. പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ. ഒരു ഗൈഡ് പറഞ്ഞു കൊടുക്കണം. ഇത് ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. ഒരു ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിൽ വലിയ എപ്പോഴും ഒരു ടോക്സിസിറ്റി ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ മൈൻഡ്ഫുൾനെസ് പഠിക്കാൻ വന്നു. മൈൻഡ്ഫുൾനെസ് പഠിച്ചു. ഞാൻ വൈഫിൻ്റെ ഏരിയ പറയാം. വൈഫ് എപ്പോഴും ഞങ്ങൾക്ക് ഒരിക്കലും ചേർച്ചയില്ല, ഞങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയില്ല, ഞങ്ങൾ തമ്മിൽ ആകെ പ്രശ്നമാണ്, ഇതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്ന വാക്ക്. മൈൻഡ്ഫുൾനെസ് പഠിക്കാൻ തുടങ്ങി. കുറേ മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ആ വൈഫ് എനിക്കൊരു പരാതി അയച്ചു. എന്താ പരാതി എന്ന് വെച്ചാൽ, സാർ ഞാൻ ഇത്രയും കാലത്ത് പ്രാക്ടീസ് ചെയ്തിട്ടും എനിക്കിപ്പോഴും ഞാൻ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ദേഷ്യം എന്നെ വിട്ടു പോയിട്ടില്ല. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇന്നലെ ഞാൻ 3 തവണ ദേഷ്യപ്പെട്ടു. ആൾ പരാതി പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പഠിച്ചിട്ട് എന്താ കാര്യം? അപ്പം ഞാൻ പറഞ്ഞ്, ഈ പരാതിയിൽ അതിൻ്റെ ഉത്തരമുണ്ട്. ഇതെന്താ ചോദിച്ചത്? ഇന്നലെ 3 തവണ ദേഷ്യപ്പെട്ടു എന്ന് ഇന്ന് നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. 6 മാസം മുമ്പ് ഇന്നലെ എത്ര തവണ ദേഷ്യപ്പെട്ടു എന്നുള്ള ചിന്തിക്കാൻ പോലും അറിയില്ലായിരുന്നു. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഇൻസിഡൻറ്റിന് ശേഷമെങ്കിലും അതിനെക്കുറിച്ച് അവെയറാവുന്നുണ്ട്. മുമ്പ് അണവെയർഡായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കുമായിരുന്നതിന് പകരം ഇപ്പോൾ ഞാൻ ഇത്ര തവണ ദേഷ്യപ്പെട്ടു എന്നുള്ളതിനെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിയാക്ഷൻ നിന്ന് മാറിയിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ള ഈ ദേഷ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത്, ഒരു സമയത്ത് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ എന്നെ വളരെയധികം ദേഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഉണ്ടായത്. ദേഷ്യപ്പെടുത്തുക എന്ന് പറയുന്ന സമയത്ത് ആ ഒരു മൊമെൻറ്റിൽ നോർമലി എല്ലാവരും ഒന്ന് കൺട്രോൾ വിട്ടു പോകുന്ന സിറ്റുവേഷനായിരുന്നു, ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ. അപ്പോൾ അവിടെ ഞാൻ ഒബ്സർവ് ചെയ്ത് എനിക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് തോന്നിയ ഒരു കാര്യം, അത് ഞാൻ പിന്നീട് റിഫ്ലക്റ്റ് ചെയ്യേണ്ടായി. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ മൊമെൻറ്റിൽ ദേഷ്യപ്പെടുന്നു, എൻ്റെ ഉള്ളിൽ ദേഷ്യം ഉണ്ടാവുന്നത് ഞാൻ ഒരേ സമയം ആ സിറ്റുവേഷൻ നടക്കുന്നുണ്ട്, അതേസമയം എൻ്റെ ഉള്ളിൽ ബൾബിട്ട് പോലെ ഞാൻ എന്നെ തന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എൻ്റെ ഉള്ളിൽ അതിങ്ങനെ തിളച്ച് മറിയുന്നുണ്ട്, അത് എൻ്റെ പേശികളെ എന്താ പറയാ ഒരു അറ്റാക്ക് ചെയ്യാൻ റെഡിയായിട്ട് കൈവിട്ട് പോയേക്കാം എന്നുള്ള രീതിയിൽ അവെയർ ആവുന്നുണ്ട്. പക്ഷെ ഞാൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ദേഷ്യത്തിന് അനുഭവിക്കുന്നുണ്ട്, ഞാൻ ദേഷ്യവാനാണെന്നുള്ളത് അറിയുന്നുണ്ട്, പക്ഷെ ഞാൻ അവിടെ റിയാക്ട് ചെയ്യുന്നില്ല. എനിക്ക് ഈ ദേഷ്യം എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ആ ഇമോഷൻസിലേക്കാണ് നമ്മൾ പലപ്പോഴും എക്സ്പ്ലോഡ് ചെയ്യുക, കൺട്രോൾ വിട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ മൈൻഡ്ഫുൾനെസ്സിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളവിടെ കോൺഷ്യസ് ആകുമ്പോൾ അതിനെ അതായിട്ട് കാണാനും, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇമ്പൾസസിൻ്റെ ആക്ഷൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് ഉള്ളത് പറഞ്ഞ പോലെ വലുതാവുന്ന പോലെ പലപ്പോഴും നമുക്ക് പോവാം. പക്ഷെ എന്നിരുന്നാൽ പോലും അവിടെ നമ്മൾ കോൺഷ്യസ് ആണ്. ഇമോഷൻസ് ഉണ്ടാവും, അതായത് പലതാണ്, പക്ഷെ നമ്മൾ അതിൽ അവെയറാണ്. അവിടെ എന്ത് ചെയ്യാം, അതാണ് ഒരു റെസ്പോൺസ് എന്നുള്ളൊരു കാര്യം. റിയാക്ഷൻ എന്ന് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം എന്നുള്ളതിലോട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു ബേസിക്കായിട്ടൊരു കൺട്രോൾ കിട്ടുന്ന പോലെ. ഞാൻ ഇതിനെ ഒറ്റ വാക്കിൽ മൈൻഡ്ഫുൾനെസ് ചെയ്തിട്ട് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക, നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ സിറ്റുവേഷനിലും റെസ്പോണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് നിങ്ങളുടെ ആ പാറ്റേൺ എന്താണോ അത് മാത്രം. നിങ്ങൾക്ക് ഇനി 2 ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ദേഷ്യപ്പെടാം. ഓക്കെ, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കും ദേഷ്യപ്പെടാം. ബട്ട് നിങ്ങൾക്ക് ദേഷ്യം
ദേഷ്യപ്പെടേണ്ട ഒരു സിറ്റുവേഷനിൽ ഞാൻ ദേഷ്യപ്പെടണം, അത് ദേഷ്യപ്പെടാതിരിക്കണം എന്ന് പറഞ്ഞാൽ ചോയ്സ് ഉണ്ടാവും. എനിവേ ഒരു ചോയ്സ് ഉള്ളൊരു ജീവിതം നല്ലതല്ലേ? ഒറ്റ ഓപ്ഷനുള്ള ജീവിതവും 2 ഓപ്ഷനുള്ള ജീവിതവും തമ്മിൽ വ്യത്യാസമില്ലേ? അതെ, നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ദേഷ്യത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആ മൊമെൻറ്റിൽ ഒരു ലെവലിൽ ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് പക്ഷെ അതെൻ്റെ കൺട്രോളിലാണെന്നുള്ളത് എനിക്ക് ഇതുണ്ട്. അതായത് അവിടെ ആവശ്യമാണ്, ചില സിറ്റുവേഷനിൽ നമുക്ക് ദേഷ്യം ആവശ്യമാണല്ലേ. അതായത് അവിടെ പ്രോപ്പറായിട്ട് റിയാക്ട് ചെയ്യണം. അവിടെ ദേഷ്യം ഇല്ലാതിരുന്നൊന്നുമല്ല, ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷേ അതൊരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള അതെൻ്റെ കോൺഷ്യസ് ചോയ്സ് ആയിരുന്നു എന്നുള്ളതാണ്. ഇമോഷണൽ സ്ലേവ് ആവാതെ ദേഷ്യപ്പെടുക എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെയാണ് മൈൻഡ്ഫുൾനെസ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യുക അല്ലെങ്കിൽ പുതിയൊരു മനുഷ്യനാക്കുക എന്നുള്ളതിനുപരി ഇപ്പോൾ എന്താണോ നമ്മൾ അതിനെക്കുറിച്ച് 100% അവെയർനെസ് ഉള്ളൊരു വ്യക്തിയാക്കി മാറ്റുക എന്നുള്ളൊരു പോയിന്റിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്. നമ്മളുടെ ദേഷ്യത്തിൻ്റെ അളവിനെക്കുറിച്ച്, നമ്മുടെ ഓരോ പോയിന്റിനെ കുറിച്ചും, നമ്മളുടെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇമോഷൻസിനെ കുറിച്ചൊക്കെ അവെയർനെസ് ഉള്ള വ്യക്തിയായിട്ട് മാറും. സോ കംപ്ലീറ്റ് അവെയർനെസ്സിൽ ജീവിക്കുക, തൻ്റെ ശരികളും ശരികേടുകളെയും തൻ്റെ നന്മകളെയും തിന്മകളെക്കുറിച്ചൊക്കെ തനിക്ക് തന്നെ അറിവുള്ളൊരവസ്ഥയിലേക്ക് എത്തുക, ഇതിനാണ് അവെയർനെസ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേജിലേക്ക് എത്താനാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് നമ്മൾ കൊടുക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ, ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ്, എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റോ ഒരു മെൻ്റൽ ഹെൽത്ത് എക്സ്പെർട്ടോ പഠിക്കാൻ പറഞ്ഞിട്ട് മൈൻഡ്ഫുൾനെസ് പഠിച്ച് വീണ്ടും പോയ ബ്രേക്ക് തിരിച്ചെടുക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ജസ്റ്റ് പ്രാക്ടീസ് ഇറ്റ്. എക്സ്ട്രീം മൊമെന്റ് വരാൻ കാത്തിക്കാതെ ക്യൂറിങ്ങിനേക്കാൾ നല്ലതാണ് പ്രിവെൻഷൻ എന്ന് പറയില്ലേ. അപ്പോൾ നമ്മൾ ലൈഫിന് എന്തായാലും എക്സർസൈസ് ചെയ്യുന്ന ഒരു ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി ഹെൽത്തും നമുക്ക് എന്താണെന്ന് അറിയാലോ. അതുപോലെ ദിസ് ഈസ് എ മെൻ്റൽ എക്സർസൈസ് എന്ന് ചിന്തിക്കുക. എന്നിട്ട് എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ എന്തായാലും. ഓക്കെ.